ഹലോ, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ നമ്മൾ ഇന്നുള്ളത് ഒരു സ്പെഷ്യൽ പ്ലേസിലാണ്. അതെ, എനിക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം, ഒരുപാട് നാൾ നമ്മൾ ആക്ച്വലി നോക്കിയിരുന്നാണ് ഇതേപോലത്തെ ഒരു പ്ലേസ് വരണം, ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സത്യം എക്സ്പ്ലോർ അല്ല, ആക്ച്വലി ഇവിടെ ഒരു ദിവസം ഒന്ന് താമസിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഒന്ന് താമസിക്കുക, ഒരു നൈറ്റ് ഒന്ന് സ്റ്റേ ചെയ്താൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോർണിംഗ് ആ ഒരു വൈബൊക്കെ കിട്ടാൻ തന്നെ അടിപൊളിയാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 7 മാസം അല്ലേ, കഴിഞ്ഞൊരു 7 മാസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇതേപോലത്തെ ഒരു സ്ഥലത്തോട്ട് വരാനായിട്ട്. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒത്തു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് ലൊക്കേഷൻസ് ഒക്കെ പോയി, നമ്മൾ ഒരുപാട് പ്ലേസസ് ഒക്കെ കവർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കാണുന്നതാണ് ട്രീ ഹൗസ്, ടെന്റ് സ്റ്റേ, ട്രീ ഹൗസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒരുപാട് കാണും. അപ്പോൾ മിക്കതും നമുക്ക് എന്തായിരിക്കും, ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, നമുക്ക് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങളുള്ളത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, ഏറ്റവും വെർത്ത് ആയിട്ടുള്ള, അല്ലേ, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഏറ്റവും വെർത്ത് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്, വിച്ച് ഇസ് കോൾഡ് വുഡ് മോങ്സ്. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കാം. വുഡ് മോങ്സ് അറ്റ് 900 കണ്ടി വയനാട്. അപ്പോൾ 900 കണ്ടിയിലേക്ക് നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ തന്നെ വുഡ് മോങ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഞാൻ ഡീറ്റെയിൽസോടെ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കൊടുക്കാം. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ ഒരു വയനാട് വന്നപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വയനാടെല്ലാം അത്യാവശ്യം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതേപോലെ ഒരു സ്ഥലത്ത് താമസിക്കണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം നമ്മൾ ഗൂഗിൾ നോക്കി ആക്ച്വലി, അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇത് എവിടെയാണ് നല്ലൊരു ബെസ്റ്റ് പ്ലേസ് എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റില്ല. സോ അവിടെ ഗൂഗിൾ നോക്കി, ഗൂഗിളിൻ്റെ റിവ്യൂ എല്ലാം നോക്കിയ ടൈമിലാണ് ഇത് പെട്ടെന്ന് നമുക്കൊന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെ, കാരണം അത്യാവശ്യം ഗൂഗിൾ റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ഗൂഗിൾ റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് നോക്കിയപ്പോൾ ഏകദേശം ഒരു 4.5 എബോവ് റേറ്റിംഗ് ഉള്ള കുറച്ച് ഇതേപോലെയുള്ളൊരു പ്രോപ്പർട്ടി സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഇമേജസ് എല്ലാം നമ്മൾ നോക്കി, അത്യാവശ്യം റിവ്യൂസ് എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്തു നേരെ നമ്മളിവിടെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 900 കണ്ടി, അതായത് ഇത് ഏകദേശം വൈത്തിരിയിൽ നിന്ന് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 25 കിലോമീറ്റർ അകത്തോട്ട് വരണം, 900 കണ്ടി ഭാഗത്തോട്ട് വരണം. 900 കണ്ടിയിൽ നിന്ന് ഏകദേശം പിന്നെയും ഒരു 5 കിലോമീറ്റർ നമ്മൾ വരണം, അതായത് ഓഫ് റോഡാണ് അല്ലേ. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ കാടിന്റെ ഉള്ളിലുള്ളത്, നമുക്ക് ഒന്ന് ഈറ്റ് എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് കംപ്ലീറ്റ് കാടാണ്. കാടിന്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത്. കാടിന്റെ ഉള്ളിൽ ഇതുപോലെ സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് ചുറ്റും കാടാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ പുറത്തോട്ട് പോയാൽ മാത്രമായിരിക്കും അത്യാവശ്യം ഒരു റോഡൊക്കെ ഉള്ള സ്ഥലം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ വരെ ആയിരിക്കും നമ്മുടെ കാറെല്ലാം നമുക്ക് അവിടെ വരെ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇവരുടെ തന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇവർ തന്നെ കൊടുക്കുന്നുണ്ട്, ജീപ്പ് കൊടുക്കുന്നുണ്ട്. ജീപ്പിലാണ് നമ്മൾ അവരെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നത്. ജീപ്പിൽ നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ട് സേഫ് ആണ്, അവരുടെ തന്നെ പാർക്കിംഗ് ഏരിയയിലാണ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ജീപ്പിലായിരിക്കും. ഓഫ് റോഡ് ആണ് 4 കിലോമീറ്റേഴ്സ്, 4 കിലോമീറ്റർ നമുക്ക് ഓഫ് റോഡ് ആയിരിക്കും. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതിന്റെ വിഷ്വൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഒരൊറ്റ വണ്ടിക്ക് മാത്രം പോകാം, എതിർഭാഗത്തുനിന്ന് ഒരു വണ്ടി വരാൻ പറ്റില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം അവർ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ടു ആൻഡ് ഫ്രോ അവരെല്ലാം അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പക്കയാണ്. അപ്പോൾ ആ ഒരു ജീപ്പിൽ നമ്മൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം നമ്മൾ പുറകിലാണ് ഇരുന്നത് അല്ലേ, പുറകിലിരുന്ന് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ തല ഇടിക്കാതെ മാക്സിമം നോക്കുക, അങ്ങനെ ആ രീതിയിലാണ് ജീപ്പ് പോകുന്നത്. അപ്പോൾ 3:30 നമ്മളിവിടെ എത്തി. 3:30 നമ്മൾ എത്തിയതിനു ശേഷം നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളൊരു സ്റ്റീം ബാത്ത് എടുത്തു. നല്ല തണുപ്പായതുകൊണ്ട് ഞാനൊരു കട്ടനാണ് കേട്ടോ അടിച്ചത്. ഞാനൊരു സ്റ്റീം ബാത്ത് എടുത്തു. സ്റ്റീം ബാത്ത് ഒക്കെ എടുത്ത്, നിങ്ങൾ എൻ്റെ ഒരു സ്റ്റീം ബാത്ത് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടീ ആൻഡ് സ്നാക്സ് ഉണ്ടായിരുന്നു. ഇന്ന് പഴംപൊരി ആയിരുന്നു സ്നാക്സ്, ബ്ലാക്ക് ടീ, അതുപോലെ പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഴംപൊരി കഴിച്ചു. ഞാൻ ടീ കുടിക്കില്ല, ടീ ഓർ കോഫി. സോ അർജുനൻ ബ്ലാക്ക് ടീ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു കാര്യം പറയുള്ളൂ, നല്ല വെൽക്കമിങ്, നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ വരുന്ന സമയത്ത് തന്നെ എല്ലാവരും പരിചയപ്പെടുത്തി തരും. ഈവൻ അകത്തേക്കുന്ന ഷെഫോ അല്ലെങ്കിൽ കുക്കോ ആരാണ്, മാനേജറോ ആരാണെന്നുണ്ടെങ്കിലും ഇവർ പരിചയപ്പെടുത്തി തന്നിട്ട്, അതായത് നമുക്കൊരു ഹോംലി ഫീൽ, നമ്മളൊരു തിരിച്ചൊരു വീട്ടിലോട്ട് പോകുന്ന ഒരു ഫീലാണ്. എല്ലാവരും പരിചയപ്പെട്ട് എല്ലാവരും ഓക്കെ, നമ്മളെല്ലാം കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രമേ അവർ നമ്മൾ അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ക്ലൈമറ്റ് അടിപൊളി, നല്ല ചിൽ ക്ലൈമറ്റ് ആണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ പോകാൻ, ഞങ്ങളുടെ ഹണിമൂൺ അല്ല ആക്ച്വലി, ഇത് ഞങ്ങൾ ചുമ്മാ ട്രിപ്പായിട്ട് വന്നതാ. ഹണിമൂണൊക്കെ പോകാനായിട്ട് പറ്റുന്ന കപ്പിൾസിന്, അതെ, ഹണിമൂണൊക്കെ പോകാൻ പറ്റുന്ന കപ്പിൾസിന്, ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി സ്പോട്ടാണ്. കാരണം നമുക്കിവിടെ 3 ടൈപ്പ് സ്റ്റേ വരുന്നുണ്ട്.
3 ടൈപ്പ്. ഏതൊക്കെയാണ് ചേട്ടാ 3 ടൈപ്പ് സ്റ്റേ? സോ ഒന്ന് നമുക്ക് ട്രീ ഹൗസ് ഉണ്ട് അല്ലേ, ഒരു ട്രീ ഹൗസ് ഉണ്ട്, അതാണ് ആക്ച്വലി നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ, ട്രീ ഹൗസ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 സ്റ്റേ. ഇത് ആക്ച്വലി ബ്രൂക്ക് ഷാക്ക് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. നമുക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് 10 സ്റ്റേ ഉണ്ട്. ആക്ച്വലി ഒരു ബ്രൂക്ക് സൈഡ് അപ്പുറത്തുണ്ട്, നമുക്ക് വരുന്നുണ്ട് 10 സ്റ്റേ വരുന്നുണ്ട്, ബ്രൂക്ക് ഷാക്ക് വരുന്നുണ്ട്, ട്രീ ഹൗസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഓക്കെ, ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാം. ട്രീ ഹൗസ് ആണ്, നമ്മൾ ട്രീ ഹൗസ് ആണ് എടുക്കുന്നുണ്ടോ? ട്രീ ഹൗസ് ആണ് എടുക്കുന്നത്. ഞങ്ങൾ കാണിച്ചു തരാം, അതിലൊരു ടൂർ കാണിക്കാം. അടിപൊളിയാണ് ട്രീ ഹൗസ്. അവിടുന്ന് ബാക്കിലെ വ്യൂ ഒക്കെ, ഏർലി മോർണിംഗ് വ്യൂ ഒക്കെ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതെല്ലാം ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 4 o'clock നമ്മൾ സ്നാക്സ് വരെ എത്തി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഗെയിംസ് ഉണ്ട്, ക്യാരം ബോർഡ്, ചെസ്, അതുപോലെ വോളിബോൾ, ടെന്നീസ്, ഷട്ടിൽ ബാഡ്മിന്റൺ, അങ്ങനെ ഒരുപാട് ഗെയിമിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഫുഡിന് വേണ്ടി മാത്രം ഒരു കഫറ്റേരിയ ഉണ്ട്, അവിടെയാണ് നമുക്കൊരു ഡിന്നർ തരുന്നത്. അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഡിന്നർ നമ്മളിപ്പോൾ കഴിച്ച് കഴിഞ്ഞതേ ഉള്ളൂ, വിച്ച് വാസ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി നമ്മളിവിടെ കാണിക്കാം. നല്ല അടിപൊളിയായിരുന്നു, നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റും. അതുപോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം നമ്മൾ വന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഒരു സ്കൂൾ ഗ്യാങ്, കുറച്ച് പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 6th മുതൽ +2 വരെയുള്ള ഒരു കപ്പിൾസും ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുക, കുറേ പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഗ്യാങ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു അടിപൊളി ക്യാമ്പ് ഫയർ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ചുറ്റും ഇവിടെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, ചുറ്റും നമുക്ക് ഇവിടെ ഇരുന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പോകുന്ന ക്യാമ്പ് ഫയർ ആണ്. സോ അത് വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഒന്നാമത് പിള്ളേരും കൂടെ ആവുന്ന സമയത്ത് നല്ലൊരു വൈബാണ്. പിന്നെ കപ്പിൾസ് നിങ്ങൾക്ക് അവിടെ എല്ലാം ചുറ്റും കാണാം, കപ്പിൾസ് എല്ലാം അവിടെ ഉണ്ട്. സോ അവർക്കൊക്കെ നല്ല രീതിയിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. വളരെ കാം, ക്വയറ്റ്, പീസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വുഡ് മോങ്സ്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ച് നമ്മൾ ക്യാമ്പ് ഫയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ആണ്. പിന്നെ നാളെ രാവിലെ എണീറ്റിട്ടുള്ള നാളത്തെ പരിപാടികളൊക്കെ നമ്മൾ നാളെ കാണിക്കാം. ഞങ്ങളിവിടെ ജസ്റ്റ് ചില്ല് ചെയ്യട്ടെ, നല്ല ക്ലൈമറ്റ് ആണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പുള്ളൂ അല്ലേ, സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പാണ്. പിന്നെ റേഞ്ച് ഒന്നുമില്ല, ഒരു ഫോണ് ഇന്റർനെറ്റ് എന്നൊക്കെ ഒരു ഇവര് തന്നെ വൈഫൈ തരുന്നുണ്ട്. അല്ലല്ല, ഫോണ് ഇന്റർനെറ്റ് എന്നൊക്കെ ഒരു ഡീടോക്സ് ചെയ്ത് ഒന്ന് മര്യാദയ്ക്ക് സമാധാനമായിട്ട് മാറിയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ വൈഫൈ ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ടല്ലേ, വൈഫൈ നല്ല സ്പീഡുണ്ട്. കാരണം നമ്മളിപ്പം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ പോലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കറിയാം, അവർക്ക് എന്താ പറയാ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ തന്നെ വാട്സപ്പ് നമുക്ക് തരുന്നുണ്ട്. സോ നമുക്കിവിടെ എൻട്രി ചെയ്യുന്ന സ്ഥലത്തും ഒരു വാട്സപ്പ് അവർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ട്രീ ഹൗസിൻ്റെ അവിടെയും വേറൊരു എന്താ പറയുക ഒരു വൈഫൈയും അവൈലബിൾ ആണ്. സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ എല്ലാം കണ്ടോ, അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേർ വന്നിട്ടുണ്ട് കണ്ടോ, എല്ലാവരും അടിച്ച് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. സോ കുറച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് പിള്ളേരുടെ യഥാർത്ഥ വൈബ് അറിയാനായിട്ട് പറ്റുന്നത് അല്ലേ, അതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ ക്യാമ്പ് ഫയർ തുടങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വുഡ് മോങ്സ് പ്രോപ്പർട്ടിയിലോട്ട് പോകുന്ന റൂട്ട്. അപ്പോൾ 2 സൈഡും ഫുള്ള് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം പുല്ലുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെയാണ് നമ്മുടെ കാറിൽ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഓഫ് റോഡാണ് വരുന്നത്. അപ്പോൾ ആ ഓഫ് റോഡ് അവരുടെ ജീപ്പിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അവരുടെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നീട് അവരുടെ ജീപ്പിലാണ് നമ്മൾ ഓഫ് റോഡിലോട്ട് പോയിട്ട് പ്രോപ്പർട്ടിയിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റുന്നത്. അതെല്ലാം അവരാണ് അറേഞ്ച് ചെയ്യുന്നത്, ജീപ്പല്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കാടിൻ്റെ ഉള്ളിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് കൊളാബ് ഷൂട്ടാണ് വുഡ് മോങ്സ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിന്നറിന് നമുക്ക് ബിരിയാണിയാണ് അല്ലേ, ചിക്കൻ ബിരിയാണിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ, കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ, രാത്രിയാണ് ഡിന്നറും ബിരിയാണി ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി 2 പീസുള്ള ചിക്കനും നല്ല അത്യാവശ്യം നല്ല റൈസ് ക്വാണ്ടിറ്റി ഉണ്ട്. അതെ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, റൈസൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഫുഡൊക്കെ കൊള്ളാം. ഡിന്നർ കഴിഞ്ഞിട്ടാണെന്നല്ലേ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ക്യാമ്പ് ഫയറിൽ ഇവിടെ കുറച്ചധികം ആൾക്കാരിന്ന് ഉണ്ട്. ആക്ച്വലി ഇന്നൊരു സ്കൂൾ നിറച്ച് കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് അടിപൊളി ക്യാമ്പ് ഫയറിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. നോക്കാം. അപ്പോൾ ഫുഡൊക്കെ ഡിന്നർ കഴിച്ചതിന് ശേഷം ക്യാമ്പ് ഫയറിൽ കാണിച്ചു തരാം.
ഞാനും അർജുനും കൂടി കാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഷിറ്റ്. നോക്കട്ടെ. ഓ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്കിവിടെ ചെസ് ഉണ്ട്. ചെസ്, ക്യാരംസ്, അതുപോലെ കുറച്ച് ബോർഡ് ഗെയിംസ് എല്ലാം ഉണ്ട്. പിന്നെ വോളിബോൾ, ടെന്നീസ്, ഷട്ടിൽ, ബാഡ്മിന്റൺ, അങ്ങനെ ഗെയിംസ് ഒക്കെ ഔട്ട്ഡോർ ഗെയിംസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കുറച്ച് നേരമൊക്കെ ഗെയിംസ് കളിച്ചിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ അടിപൊളിയായിട്ട് കണ്ടിരുന്നു. ഇനി നമ്മള് ഉറങ്ങാൻ പോവാണ്. നെക്സ്റ്റ് പ്ലാൻ ഉറങ്ങാം. അതെ, നമ്മുടെ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട്. ഇറ്റ് വാസ് എ ലോങ് ഡേ. 3 ദിവസമായിട്ട് അതെ, ഇറ്റ് വാസ് എ വെരി ലോങ് ഡേ ഫോർ us. പക്ഷേ വി എൻജോയ്ഡ് എ ലോട്ട് അല്ലേ. നമുക്ക് ഇവിടെ ട്രീ ഹൗസിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്തിയപ്പോ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസത്തെ ഒരു അലച്ചിലിന് ശേഷം, അലച്ചിലെന്ന് പറയാൻ പറ്റില്ല, ഒരു വയനാട് സീരീസ് കംപ്ലീറ്റ് നമ്മൾ എടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അടിപൊളിയായിരുന്നു ഇവിടെ. അപ്പൊ നമ്മൾ നമ്മുടെ ട്രീ ഹൗസിലോട്ട് പോയിട്ട് ഉറങ്ങാൻ പോകുന്നു. ബാക്കി നാളെ രാവിലെ എണീക്കണം. രാവിലെ 7 മണിക്ക് എണീക്കണം. ഇനി ട്രക്കിംഗ് ഉണ്ട്, ഒരുപാട് പരിപാടി. ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ അവർ കൊണ്ടുപോകും. അത് ഏകദേശം എനിക്കൊന്ന് കുറച്ച് നടക്കാനുണ്ടല്ലേ. അതെ, നാളത്തെ വിശേഷം നാളെ. നമ്മളിപ്പോ പറയുന്നില്ല, സർപ്രൈസ്. നമുക്ക് നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. അങ്ങനെ പിള്ളേരുടെ കളിയും ചിരിയും പാട്ടും ഡാൻസും ക്യാമ്പ് ഫയർ ഒക്കെ കണ്ട് ഞാനും അർജുനും കൂടി ക്യാരംസും ചെസ്സൊക്കെ കളിച്ചിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗിലോട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വ്ളോഗ് ഫുള്ളായിട്ട് കാണണം കേട്ടോ നിങ്ങൾ. നമ്മുടെ ട്രീ ഹൗസിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ട്രീ ഹൗസിലോട്ട് എത്തിയിരിക്കുന്നു. വിശാലമായിട്ടുള്ള ട്രീ ഹൗസ്. നല്ലൊരു വ്യൂ ഉണ്ട്, പക്ഷെ ഇതൊന്നും കാണാനായിട്ട് പറ്റില്ല. രാവിലെ നമ്മളെല്ലാം കാണിച്ചു തരും. സോ നമ്മുടെ ബെഡ്, നമ്മുടെ ബാഗെല്ലാം ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അടിപൊളി വാഷ്റൂം, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. അടിപൊളിയാട്ടോ. യെസ്, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള. ഇത് തടിയാണ് കേട്ടോ, ഇതെല്ലാം തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മോർണിംഗ് വ്യൂ അടിപൊളിയാണ്. കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രൂക്ക്, അതുപോലെ തന്നെ നല്ല കാട്, നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സോ അത്രയും ഹൈറ്റിന്റെ മുകളിലാണ് ഇത് ഇരിക്കുന്നത് അല്ലേ. ഹലോ, സോ ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ട്രീ ഹൗസ് സ്റ്റേയിലെ നമ്മുടെ വുഡ് മോങ്സ് പ്രോപ്പർട്ടിയുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്കൻഡ് ഡേ ഞങ്ങൾ എണീറ്റ് ഇങ്ങനെ എന്താ, നിങ്ങൾക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഈ ഒരു കാടിൻ്റെ സൈഡിൽ ഒരു അരുവിയൊക്കെ ഉണ്ട്, ഒരു ബ്രൂക്ക് ഉണ്ട്. ആ ബ്രൂക്കിൻ്റെ സൈഡിലൊക്കെ വന്ന് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ എന്താ ചെയ്യണേന്ന് കാണണ്ടേ. അർജുൻ ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. ഹായ് പറയേ. ഹായ്. യെസ്, അർജുൻ ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ട് രാവിലെ നീറ്റപ്പോൾ തൊട്ട് ഊഞ്ഞാലാടാണ്. നല്ല തണുപ്പ്. തൊട്ട് നടുവിലായിട്ട് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, ചില്ലയിൽ അവർ കെട്ടിയിട്ടുണ്ട് ഒരു ഊഞ്ഞാല്. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല രസമാണ്. പക്ഷെ രാത്രി നമുക്ക് അധികം നമുക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റില്ല. കൊള്ളാം, രാവിലെ നല്ല രസം. ഇവിടെ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി റെഡിയായി സെറ്റായിരിക്കാനായിട്ട് അല്ലേ. ഓ അടിപൊളി. അപ്പൊ നമ്മൾ ഈ പാറക്കല്ലിന്റെ ഒക്കെ നടുക്കി കൂടെ അരുവി, അങ്ങനെ അറ്റം വരെ അരുവി ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ നടുക്കാണ്, നടുക്കാൻ നിക്കുന്നേ. അങ്ങനെ അർജുന ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്തില്ല, ഹൈറ്റ് കൂടുതലാ ഊഞ്ഞാല്. അതെ, ഈ അരുവി നമ്മുടെ ട്രീ ഹൗസിന്റെ ബാക്കിൽ കൂടെ ഇത് പോകുന്നുണ്ട്. അതെ, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് ചുറ്റും, അതായത് ഈ ഒരു ഇത് ഏകദേശം എനിക്കൊരു 60 ഏക്കർ എന്തോ മറ്റോ വരുന്നുണ്ടല്ലേ. ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടിയും ചുറ്റിയാടി അരുവി പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തു നിന്നും ഈ ബ്രൂക്ക് വളരെ വിസിബിൾ ആണ്. അതിപ്പോ നിങ്ങളിപ്പോ ടെന്റ് എടുത്താലും ശരി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഷാക്ക് എടുത്താലും ശരി, ട്രീ ഹൗസ് എടുത്താലും ശരി, എല്ലായിടത്തും ഇത് വിസിബിൾ ആണ്. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടിപൊളി. നല്ല തണുത്ത വെള്ളമാണ് അരുവിയിലത്തെ. ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. ഇവിടെ മൊത്തത്തിൽ നല്ല തണുപ്പാണ്, നല്ല ചിൽ ക്ലൈമറ്റും നല്ല രസമുണ്ട്. രാവിലെ ഇവിടെ വന്നിരിക്കാനും നിൽക്കാനും ഒക്കെ പൊളി. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ, വയനാടൊക്കെ വരുന്നുണ്ടെങ്കിൽ, വുഡ് മോങ്സ് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. ട്രീ ഹൗസ് വേണമെങ്കിൽ ട്രീ ഹൗസ്, ബ്രൂക്ക് ഷാക്ക് വേണമെങ്കിൽ ബ്രൂക്ക് ഷാക്ക്, ടെൻ സ്റ്റേ വേണമെങ്കിൽ ടെൻ സ്റ്റേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ അപ്പം നമ്മളിവിടെ ജസ്റ്റ് മോർണിംഗ് ചില്ല് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ. അപ്പോൾ ഞാനും അർജുന കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, പുട്ടും ഉണ്ടായിരുന്നു. ഇഡ്ഡലി സാമ്പാറും അതുപോലെ പുട്ടും കടലക്കറിയും തോന്നുന്നു, കടലക്കറിയോ പയറുകറിയോ ആയിരുന്നു. കടലക്കറി ഞങ്ങളത് എടുത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഇഡ്ഡലിയും സാമ്പാറാണ് എടുത്തത്. നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാർ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വുഡ് മോങ്സ് പ്രോപ്പർട്ടിയിലൂടെ മുഴുവൻ ഇങ്ങനെ നടന്നിങ്ങനെ ചില്ല് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ബ്രൂക്ക് ഷാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പിൾസായിട്ട് വരുന്നവർക്കും ഫാമിലി ആയിട്ട് ചെറിയ കുട്ടികളായിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഗ്യാങ് സിംഗിൾസായിട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ബാച്ചിലേഴ്സിന് എല്ലാവർക്കും ഈ ബ്രൂക്ക് ഷാക്കൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കണ്ടോ ബ്രൂക്ക് പോകുന്നത് കണ്ടോ. ബ്രൂക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ അരുവി പോലെ, അവിടെയൊക്കെ പോയി ഇരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ഊഞ്ഞാൽ ആടാനുള്ള ആഗ്രഹമൊക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രൂക്ക് സൈഡിൽ നമ്മൾ ഏകദേശം മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഇന്നലെ വന്ന നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തന്നെ ഇവിടെ കിടന്ന് ബഹളമാണ്. അതായത് ഫുട്ബോളും അതുപോലെ തന്നെ വോളിബോളും എല്ലാം കളിച്ചതാണ്. ഇവിടെ കുറച്ച് പേരൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ പരിപാടിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എൻജോയ് ചെയ്തോ? ഇന്നലെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ അടിപൊളിയല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം എൻജോയ് ചെയ്തില്ലേ? ഓക്കെ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? കണ്ണൂർ അല്ലേ? ഓക്കെ. സോ നിങ്ങളൊരു 30 പേരുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും കൂടെ ചേർത്ത് എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് ഇറങ്ങുകയാണ് എല്ലാവരും കൂടെ. ഓക്കെ. അപ്പോൾ ഇവരെല്ലാം വിശേഷമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനി നമുക്ക് ഒരാൾ മിസ്സിംഗ് ആണ്. ഓക്കെ. അയാൾ ഇവിടെ തപ്പി നടക്കുകയാണ്, പക്ഷേ ആളിവിടെ കാണുന്നില്ല. അതാ ഇവിടെ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് നമുക്ക് ടെൻറ്റ് സ്റ്റേകളുണ്ട്. ഓക്കെ. ഇവിടെ തന്നെ നമുക്കറിയാം ഒരുപാട് ടെൻറ്റ് സ്റ്റേകളുണ്ട്. സോ അതിനകത്ത് ഒരു ടെൻറ്റിനകത്ത് വേറൊരാളും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരാ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നോക്കട്ടെ. ഓക്കെ. ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിരുന്നു. ഇതൊക്കെ ആളകത്ത് ഇരിക്കുന്നു, ഞാൻ പുറത്തുനിന്ന് വരുന്നു. സോ പക്ഷെ കൊള്ളാം കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം ടെൻറ്റ് സ്റ്റേ. അപ്പൊ ടെൻറ്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്ന ക്യാമ്പിംഗ് ഒക്കെ വരുന്നവർക്കും നല്ലൊരു ഓപ്ഷൻ ആണ്. അതുപോലെ നമ്മുടെ ട്രീ ഹൗസ് ആർക്കാ ഇഷ്ടമുള്ളത്? ഒരു കാടിന് നടുക്ക് ഒരു ടെന്റ് ഇട്ട് താമസിക്കാനൊക്കെ ആർക്കാ ഇഷ്ടമുള്ളത്? പണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതേപോലെ ടെന്റിൽ താമസിക്കണം, ഒരു ക്യാമ്പിംഗ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് അവരോടും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും വുഡ് മോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടിച്ചു പൊളിച്ചു. ഓക്കെ. അത് ചെറിയതായിട്ടൊരു ബോൾ മോളിൽ ഓക്കെ. കണ്ടോ ഇവരൊക്കെ പോകാനുള്ള പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. സോ അതിൻ്റെ ഒരു ലാസ്റ്റ് ഗെയിം എന്നുള്ള ഇതിലോട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വോളിബോളും ഫുട്ബോളും. വോളിബോളിൻ്റെ അടുത്ത് തന്നെ അവർ ഫുട്ബോളായിട്ട് കളിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ് ചെയ്യണമെന്ന്. ഓക്കെ. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് സ്റ്റേ അറ്റ് വുഡ് മോങ്സ്. നമ്മുടെ വ്യൂ നമ്മൾ രാവിലെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. This beautiful view is here for you. Come on. അപ്പോൾ നമുക്കിത് അവിടെ കണ്ടോ, അരുവിയൊക്കെ കണ്ടോ? അരുവി ഫുള്ള് ഈ പ്രോപ്പർട്ടീനെ ചുറ്റിയാണുള്ളത്, ഈ വുഡ് മോങ്സ് പ്രോപ്പർട്ടീനെ ചുറ്റിയിട്ട്. യെസ്. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ ഈ വുഡ് മോങ്സിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഈ ഒരു സ്റ്റേ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഭയങ്കര കപ്പിൾ ഫ്രണ്ട്ലി ആണ്, സേഫ് ആൻഡ് നല്ല കംഫിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് റേറ്റ്സും ഭയങ്കര അഫോർഡബിളാണ്. ഇപ്പോൾ ടെൻറ്റ് സ്റ്റേ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനും കപ്പിൾസിനും യൂസ് ചെയ്യാം ടെൻറ്റ് സ്റ്റേ. അതുപോലെ സിംഗിളായിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക സിംഗിൾ വാണ്ടറേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ട്രാവൽ ചെയ്യുന്ന സോളോ ട്രാവലേഴ്സിനെല്ലാം ടെൻറ്റ് സ്റ്റേ 1500 ആണ് പെർ പേഴ്സൺ വരുന്നുള്ളൂ. അടിപൊളിയാണ് ടെൻറ്റ് സ്റ്റേ ആണെന്നുണ്ടെങ്കിലും. അതിൻ്റെ അകത്തൊക്കെ കയറിയാലും നല്ല കംഫർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൂക്ക് ഷാക്ക് വരുന്നത് 3600 ആണ് വരുന്നത്. 3600. അത് ബാച്ചിലേഴ്സിനും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം, കപ്പിൾസിനും ബ്രൂക്ക് ഷാക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതിൽ കോമൺ വാഷ്റൂമാണ് ഉള്ളത്. ബ്രൂക്ക് ഷാക്കിനും ടെൻറ്റ് സ്റ്റേക്കും ഒക്കെ വാഷ്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ നമ്മുടെ ഈ ട്രീ ഹൗസ്, നമ്മൾ എടുത്തിരിക്കുന്ന ട്രീ ഹൗസ് അല്ലെങ്കിൽ വുഡ് കബാന എന്നും പറയും. ട്രീ ഹൗസിന് വുഡ് കബാന. അതിൽ നമുക്ക് പെർ ഡേ വരുന്ന റേറ്റ് 5000 ആണ് വരുന്നത്. 5000 പെർ കപ്പിളാണ് വരുന്നുണ്ടായിരിക്കുക. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി ഈ 3 സ്റ്റേ, ടെൻറ്റ് സ്റ്റേ, അതുപോലെ ട്രീ ഹൗസ്, നമ്മുടെ ബ്രൂക്ക് ഷാക്ക്, ഇത് 3 എടുക്കുന്നവർക്കും ഒരേപോലെയാണ് ഫുഡ് വരുന്നത്, കാര്യങ്ങൾ. നമ്മുടെ രാവിലത്തെ ട്രക്കിങ് വരുന്നത്, പിന്നെ നമ്മുടെ വാട്ടർഫോൾ വ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ഗെയിംസ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം കോമൺ ആണ്.
നമുക്ക് ആകെ ആ സ്റ്റേയിൽ വരുന്ന ചെറിയൊരു റേറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഗെയിംസ്, ഇൻഡോർ ഗെയിംസ് അതെല്ലാം നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഈ വുഡ് മോങ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ആലിഫ് എന്നാണ് പേര്. ആലിഫിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആലിഫിനെ കോൺടാക്ട് ചെയ്യുക. ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഐഷ അർജുൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ ആലിഫിനോട് എന്തായാലും പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ട്രീ ഹൗസ് സ്റ്റേ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ് എവർ. താങ്ക് യു വുഡ് മോങ്സ് ഫോർ ദിസ്. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു, ബൈ. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവായി. അർജുൻ വയനാട് വിട്ട് പോകാൻ തീരെ താല്പര്യമില്ല. എനിക്ക് ട്രീ ഹൗസ് വിട്ടു പോകാൻ തീരെ താല്പര്യമില്ല. ബട്ട് വി ഹാവ് ടു ഗോ, അല്ലേ? ലൈഫ് മൂവ്സ് ഓൺ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ വുഡ് മോങ്സ് സ്റ്റേ, ട്രീ ഹൗസ് സ്റ്റേ ഇതൊക്കെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് താല്പര്യമുള്ള കപ്പിൾസ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ്, സിംഗിൾസ് എല്ലാവർക്കും വരാട്ടോ, അല്ലേ? എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് വി ആർ ലീവിങ്. അങ്ങനെ കുറച്ച് കാടിൻ്റെ അകത്ത് കൂടെ ഉണ്ട്, ഓഫ് റോഡ് പോകാനുണ്ട്. അതെ, അപ്പോൾ അവരുടെ ജീപ്പിൽ തന്നെ അവർ ഡ്രോപ്പ് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ. സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഐഷ അർജുൻ. ലൈക്ക് ചെയ്യുക, ഡു സബ്സ്ക്രൈബ്. എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ വ്ളോഗിനെ പറ്റിയുള്ള ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.